ഇവിടുത്തെ RSS നേതാക്കൾ വരെ അന്തിമ യുദ്ധത്തിൽ ഇസ്രയേൽ പങ്കെടുക്കാൻ പോകുന്നു. മൂന്നാമതൊരു ലോകമഹായുദ്ധം ഇവർ ഭരണമേൽക്കുമ്പോൾ വരുന്ന കാലമായി. ഈ യുദ്ധം എവിടെ നടക്കും? ആരൊക്കെ അതിനകത്ത് കാണും? ആകാശത്തിലെ പ്ലെയിൻ താഴെ വീഴാറായി, കടലിലെ കപ്പലുകൾ ഛേദം വരാറായി, കരപ്പട്ടാളം തകരാറായി, കാട്ടിലെ തീവ്രവാദികൾ പുറത്തു വരാറായി, ഭൂമിയിലെ സകല മനുഷ്യനും വിറയ്ക്കുന്ന ഒരു ദിവസം, ദ ഡേ ഓഫ് ലോർഡ്, അന്തിമ ദിനം. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കാൻ ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ഇസ്രയേലിന് നേരെ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു ആക്രമണം ഉണ്ടാകും. ആ ആക്രമണം എപ്പോൾ നടക്കും? വായിക്കാം. എസെക്കിയേലിന്റെ പ്രവചനം 21, 26, 27 4 വാക്യങ്ങൾ കൂടി വേഗത്തിൽ നാം വായിക്കുമ്പോൾ അവസാനിക്കും. എസെക്കിയേലിന്റെ പ്രവചനം 21, 26, 27 വാക്യങ്ങൾ. ആരധികാരത്തിൽ വരും? ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഭരണത്തെ പറ്റി പറയുമ്പോൾ ഈ തൊട്ടുപുറകെ വാക്യം കൂടെ പറയുമ്പോൾ അവസാനിക്കുക. എസെക്കിയേൽ 21, 26, 27 വാക്യങ്ങൾ വായിച്ചിട്ട് മക്കളെ. 21, 26, 27 ഞാൻ യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നിന്റെ മുഖം യെരൂശലേമിന് നേരെ തിരിച്ച്. എസെക്കിയേൽ പ്രവചനം 21, 26, 27 ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞു. ഒന്നെടുത്താട്ട് മക്കളെ, ഞാൻ മകുടം നീക്കി. അതങ്ങനെ ഇരിക്കുകയല്ല. എസെക്കിയേൽ 21, 26, 27 ഒന്ന് വായിച്ചാട്ട് കുഞ്ഞെ. എസെക്കിയേൽ 21, 26, 27 യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. നെടുമങ്ങാട്ടുകാർ കേൾക്കണം, ഇന്ത്യ ആര് ഭരിക്കുമെന്ന്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അത് അങ്ങനെ ഇരിക്കുകയില്ല. അതങ്ങനെ ഇരിക്കുകയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും, ഞാൻ താണതിനെ ഉയർത്തും, ഉയർത്തുന്നതിനെ താഴ്ത്തുകയും ചെയ്യും. ഇതാ കിടക്കുന്നു. ഇതാ ലോകഭരണം. അമേരിക്കയിൽ ഇനിയുള്ള കാര്യം കേട്ടോണേ. അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ ഒരുവൻ കയറി ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വന്ന ബരാക് ഒബാമ. പിടികിട്ടിയവർക്കായി സ്തോത്രം. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് കോട്ടയംകാരൻ KR നാരായണൻ, അന്തരിച്ച പ്രസിഡന്റ്, വന്ന് പിന്നോക്കക്കാരൻ. തീർന്നില്ല. ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി ആരാ? ഒരു വലിയ കുടുംബത്തിൽ പിറന്നതാണോ? അല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഗുജറാത്തിലെ തട്ടുകടയിൽ ഓടുന്ന ട്രെയിനകത്ത് ചായ ഒഴിച്ചു കൊടുത്ത വ്യക്തി. തീർന്നില്ല. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്, അദ്ദേഹം ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വളർന്നു വന്ന വ്യക്തി. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി നേരത്തെ ആരായിരുന്നു? പനീർ സെൽവം. അണ്ണാടിയങ്ക ഓഫീസിൽ തട്ടുകടയിൽ ചായ മേടിച്ചുകൊണ്ട് നടന്ന വ്യക്തി. ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ? വലിയ കുടുംബത്തിൽ പിറന്നതല്ല, താഴ്ന്നവനെ ഉയർത്ത്. ആരാണെന്നറിയാമോ? കണ്ണൂരിലെ ചെത്ത് തൊഴിലാളി കുടുംബത്തിൽ 10 മക്കളിൽ ഒരാൾ കേരളം ഭരിക്കുന്നു. അന്ത്യദിനങ്ങൾ. ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? ഒരു വലിയ കുടുംബത്തിലാണ്, ട്രൈബൽ. കോട്ടൂരിലെ കണക്ക് ഒറീസയിലെ ഒരാദിവാസി കുടുംബത്തിൽ പെടുന്ന ദ്രൗപദി മുർമു 135 കോടി ജനത്തിന്റെ പ്രസിഡന്റ്. കരം ഉയർത്തിയാട്ടെ. സ്വോത്രം. ബൈബിൾ പ്രവചനം നിവർത്തിയായില്ലേ? താഴ്ന്നവനെ ഉയർത്തും, ഉയർന്നവനെ താഴ്ത്തും. ഇതൊക്കെയാ പ്രവചനം. സ്വോത്രം. അല്ലാതെ അവറാച്ച മലയിൽ പോയത് പറയുന്നതല്ല. ഇതെല്ലാം അന്ത്യദിനങ്ങളിലേക്ക്. ഇതെല്ലാം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടില്ല ഈ നെടുമങ്ങാട്ടിരിക്കുന്നവർ. അടുത്ത വാക്ക് വായിച്ചാട്ടെ, വായിച്ചാട്ടെ. ഞാനതിന് ഉന്മൂലനാശം. ഉന്മൂലനാശം. 1-ാം ലോകമഹായുദ്ധം. അടുത്തത് ഉന്മൂലനാശം വരുത്തും. 2-ാം ലോകമഹായുദ്ധം. അടുത്തത് 3-ാമത്തെ ഉന്മൂലനാശം. ഒരിക്കൽ കൂടി എത്ര ഉന്മൂലനാശം ഉണ്ട് ബ്രദറെ? ഒന്ന് വായിച്ചാട്ടെ. ഉന്മൂലനാശം. ഞാനതിന് ഉന്മൂലനാശം. 1-ാം ലോകമഹായുദ്ധം. അടുത്തത് ഉന്മൂലനാശം. 2-ാം ലോകമഹായുദ്ധം. ഉന്മൂലനാശം വരുത്തും. 3-ാമതൊരു ലോകമഹായുദ്ധം ഇവർ ഭരണമേൽക്കുമ്പോൾ വരുന്ന കാലമായി. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ പ്രത്യാശ. എസെക്കിയേൽ പറയുന്ന വാക്യം വായിച്ചാട്ടെ. അതിനു മുൻപ് വായിക്കാം. അതിനവകാശമുള്ളവൻ വരുവോളം, അതിനവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെ ഇരിക്കും. കരമുയർത്തിയാട്ടെ. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. നെടുമങ്ങാട് നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇത് അന്ത്യപ്രവചനങ്ങളാ. സ്വോത്രം. അടുത്തത്, ഈ യുദ്ധം എവിടെ നടക്കും? ആരൊക്കെ അതിനകത്ത് കാണും? നിങ്ങൾ ഇത് പറയാതെ പോയാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറയും. ഇതെനിക്ക് കാണാതറിയാം, പക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും ബൈബിള് തെളിവില്ലെന്ന്. യോവേലിന്റെ 3:9 ജാതികളെ
ഉണർന്ന് ഘോഷിപ്പിൻ വിശുദ്ധ യുദ്ധത്തിനായി. കറക്റ്റ് ആയിരിക്കണം വചനം, ബൈബിൾ ക്ലിയർ. വായിച്ചാട്ടെ, യോബേൽ 3:9. വിശുദ്ധ യുദ്ധം ഒരു വാക്കുണ്ട്, യോബേലിന്റെ 3:9. ആരുടെ ബൈബിളിലുണ്ട് യോബേലിന്റെ 3:9? ബൈബിളിൽ ഒരുപാട് വേർഷനുണ്ട്. വായിച്ചാട്ടെ നിങ്ങൾ. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവിൻ, വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. വിശുദ്ധ യുദ്ധം നെടുമങ്ങാട് കേൾക്കട്ടെ. ഈ വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കരമുയർത്തിയാട്ടെ, അതിന്റെ പേരാ ജിഹാദ്, അന്തിമ യുദ്ധം. ക്ലിയർ. അതുകൊണ്ടാണ് റഷ്യയുടെ കൂടെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തീരുന്നത്. ഈ യുദ്ധം എവിടെ? അതിനുവേണ്ടി ആ കറങ്ങി വന്നത്. ബൈബിള് തെറ്റായിട്ട് പറയുന്നത് വിശുദ്ധ യുദ്ധം അതെവിടെ വെച്ച് നടക്കും? വായിക്കാം 11ാമത്തെ വാക്യം, അതിന്റെ ഏത് താഴ്വരയാ അവിടെ വെച്ച്. വായിച്ചാട്ടെ അടുത്ത വാക്ക്. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നു കൂടുവിൻ. ഇസ്രയേലിന്റെ ചുറ്റും 21 ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട്, അവർ ബന്ധപ്പെട്ട് വരും. അടുത്തത്, യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാകട്ടെ. അടുത്ത വാക്യം, ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. മതി, കരമുയർത്തിയാട്ടെ. യഹോശാഫാത്ത് താഴ്വര, റഷ്യ, ചൈന, അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ. ഇതിന് ഇംഗ്ലീഷിൽ റിഫ്റ്റ് വാലി അഥവാ വിധിയുടെ താഴ്വര. ഇത്രയും രാഷ്ട്രങ്ങൾ വരുമ്പോൾ സ്തോത്രം, യഹൂദൻ കുലുങ്ങുമോ? കുലുങ്ങും. അപ്പോൾ യേശു പറഞ്ഞൊരു പ്രവചനമുണ്ട്. എന്താ? നിങ്ങളുടെ നിലവിളി അവർ കുത്തിയവങ്കലേക്ക് നോക്കും. അന്ന് യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി സ്വർഗത്തിന്റെ കരം വെളിപ്പെടും. അവന്റെ നിലവിളി വെറുതെ ഇരിക്കുമോ? ഒരുവൻ എബ്രായ കുടിലിനകത്ത് ജനിച്ചു. ആരാ? മോശ. സന്തോഷമില്ലല്ലോ. അപ്പൊ അവൻ 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ, 40 വർഷം എവിടെ കിടക്കണം? അതിനുശേഷം ആടുകളെ മേയിക്കണം. അവനെ 3 മാസം വരെ അവൻ്റെ അപ്പനും അമ്മയൊക്കെ ഒളിച്ചു വെച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ ആ കരച്ചിൽ പുറത്തു വരും. അവനെ എവിടെ വിട്ടു? ഞാങ്ങണ പെട്ടിക്കകത്ത് മോശയെ നൈൽ നദിക്കകത്ത് ഒഴുക്കി. കണ്ടോ യഹൂദന്റെ നിലവിളി? സന്തോഷമില്ലല്ലോ. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. മോശയെ ഞാങ്ങണ പെട്ടിക്കകത്ത് വിട്ടു. മോശയെ വിട്ടപ്പോൾ 3 പേരുടെ നിലവിളി എവിടെ കേട്ടു? സ്വർഗത്തിലേക്ക് കേട്ടു. 1, പെട്ടിക്കകത്ത് 3 പ്രാസം പ്രായമുള്ള മോശക്കുഞ്ഞ്. 2, മോശയുടെ അമ്മയുടെ നിലവിളി. 3, മിര്യാം നിലവിളിച്ചു. സ്വോത്ര. അപ്പോൾ എവിടെ സ്വർഗത്തിന്റെ കരമെത്തി? ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് സ്വർഗത്തിന്റെ കരമെത്തി. പെന്തിക്കോസ്തുകാരുടെ കരം ഉയരുന്നില്ലല്ലോ. ആരവന് കൽപ്പന എഴുതിയോ അവന്റെ മകളെ എവിടെ വിട്ടു? ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നൈൽ നദിക്കകത്ത് കുളിക്കാൻ വിട്ടു. കരം ഉയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന്റെ മകൾ നെടുമങ്ങാട് കുളത്തിൽ കുളിക്കാൻ വരുമോ? പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മകൾ നെടുമങ്ങാട് കുളത്തിൽ കുളിക്കാൻ വരുമോ? ഇല്ല. വാഗ്ദത്തമുള്ളവൻ പെട്ടകത്തിനകത്ത് കരഞ്ഞാൽ അവന്റെ നിലവിളിയുടെ മുൻപ് കൊട്ടാരത്തിനകത്തിരിക്കുന്ന പുത്രിയെ കുളക്കടവിൽ അയച്ചെങ്കിൽ യഹൂദന്റെ നിലവിളിക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അവന് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നെടുമങ്ങാട് അത് അനവധി ലബോറട്ടറി ഉണ്ട്. എന്താ? കൈ ചെക്ക് ചെയ്യാം, കാല് ചെക്ക് ചെയ്യാം, തലമുടി വരെ ചെക്ക് ചെയ്യാം. പക്ഷേ തലയുടെ സ്കിൻ വരെ ടെസ്റ്റ് ചെയ്യാം. കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലബോറട്ടറി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു ലബോറട്ടറി വർക്ക് ചെയ്യുന്നുണ്ട് അച്ചായ, അമ്മാമ്മ. അത് വർക്ക് ചെയ്യുന്നുണ്ട് 24 മണിക്കൂർ, ആഴ്ചയിൽ 7 ദിവസവും, ഒരു വർഷത്തിൽ 365 ദിവസം. അതാ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരും. അതുകൊണ്ടല്ലേ ഞങ്ങൾ പാടുന്നത്, ഇന്ന് രാത്രിയും ബഹുമാന്യനാം ആചാര്യനാൽ വാനിൽ അവൻ വാഴുകയാൽ. സ്തോത്രം. യുദ്ധ ദിവസത്തിൽ യഹൂദന്റെ നിലവിളിക്ക് വേണ്ടി സ്വർഗം വാതിലുകളെ തുറക്കും. 3 വാക്യം കൊണ്ട് അവസാനിപ്പിക്കും. അന്നത്തെ യുദ്ധം എന്തായിരിക്കും? ബാക്കി ഭാഗം പിന്നെ കിടക്കും മറ്റൊരിക്കൽ. വായിക്കാം. എസക്കേൽ പ്രവചനം 38:19-20. വേഗത്തിൽ എസക്കേൽ 38:19-20. അന്തിമ യുദ്ധം. ഇസ്രായേൽ ദേശത്തിന് വിരോധമായി, ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന നാളിൽ, റഷ്യ വരുന്ന നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ജ്വലിക്കും. എന്റെ ക്രോധം മൂക്കിൽ ജ്വലിക്കും. അടുത്ത വാക്ക്, എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്ന്
അന്നാളിൽ നിശ്ചയമായി ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. കരമുയർത്തിയാട്ടെ. ഇത് ആയുധ യുദ്ധമല്ല, സ്വർഗം യുദ്ധത്തെ കയ്യിലെടുക്ക. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ ഇന്ന് രാത്രി അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകും. അപ്പോൾ എന്ത് സംഭവിക്കും? വായിക്കാം. ആകാശത്തിലെ വായിച്ചട്ട് മോനെ, കൂടങ്ങ് വായിച്ചട്ടെ. കർത്താവിന്റെ അരുളപ്പാട്, അന്നാളിൽ നിശ്ചയമായി ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും എന്ന് ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അടുത്തത്, അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും കിടക്കുന്ന കപ്പൽ പട. സമുദ്രത്തിലെ മത്സ്യം അയലയും ചാളയല്ല, സമുദ്രത്തിലെ മത്സ്യം കപ്പൽ പട. അതിന്റെ പേരാ സുനാമി അടിക്കും. കണ്ടില്ലയോ? കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമ. അന്ത്യദിനം കണ്ടില്ലേ? സുനാമി. അതുപോലെ കടലിലെ കപ്പൽ മൊത്തം നേവൽ ഷിപ്പ് തകരും. അടുത്ത വായിച്ചാട്ട് കുഞ്ഞേ. സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും. ആകാശത്തിലെ പറവ വിമാനം. ആകാശത്തിലെ പറവ കഴുകനല്ല, പരുന്തല്ല. തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് ഭൂകമ്പം നടന്നാൽ റൺവേ ഇടിയും. അത് കഴിഞ്ഞിട്ട് റഡാർ തകരുമ്പോൾ ആകാശത്തിലെ വിമാനം താഴെ വീഴും. അടുത്തത്, ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും. കാട്ടിലെ മൃഗമാരാ? തീവ്രവാദികൾ, IS, താലിബാൻ, ജയ്ഷെ മുഹമ്മദ്, ഇവരെല്ലാം ഇപ്പൊ അകത്തിരിക്കുക. സ്വോത്ര ഈ യുദ്ധമുണ്ടാകുമ്പോൾ അവർ പുറത്തു വരും. അടുത്തത്, നിലത്ത് ഇടയുന്ന ഇടജാതിയൊക്കെയും. നിലത്തിടയുന്ന ഇടജാതിയൊക്കെയും. ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വായിക്കാം. എന്റെ സന്നിധിയിൽ വിറയ്ക്കും. ഇടജാതിയുടെ പേരാ കരപ്പട്ടാളം. BSF, CSF, ആർമി മുഴുവൻ വിറയ്ക്കും. സകല മനുഷ്യരും വിറയ്ക്കുന്ന ഒരു ദിവസം. ഈ ദിവസത്തിന്റെ പേര് ദ ഡേ ഓഫ് ലോർഡ്, കുഞ്ഞാടിന്റെ കോപ ദിവസം. കരമുയർത്തിയാട്ടെ. സന്തോഷമില്ലല്ലോ? ഇതിനു വേണ്ടിയാ ഞങ്ങൾ ഇത്രയും ചലിച്ചു വന്നത്. ഇന്ന് രാത്രി ഈ കോപ ദിവസത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? ആകാശത്തിലെ പ്ലെയിൻ താഴെ വീരാറായി, കടലിലെ കപ്പലുകൾ ഛേദം വരാറായി, കരപ്പട്ടാളം തകരാറായി, കാട്ടിലെ തീവ്രവാദികൾ പുറത്തു വരാറായി, ഭൂമിയിലെ സകല മനുഷ്യനും വിറയ്ക്കുന്ന ഒരു ദിവസം, ദ ഡേ ഓഫ് ലോർഡ്, അന്തിമ ദിനം. ഇന്ന് രാത്രി കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? അപ്പോൾ ഇന്ത്യക്കാർക്കൊരു സംശയം. ഇനി ഇന്ത്യക്കാർ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുമോ? പങ്കെടുക്കത്തില്ല. പങ്കെടുക്കും. അതിനുവേണ്ടി ഇന്ന് ഇന്ത്യയിൽ ഒരെണ്ണം വന്നു. അഗ്നിപത്, അഗ്നിവീർ. കരമുയരുന്നില്ലല്ലോ. പട്ടാളത്തിൽ ചേരണ്ട. 5 വർഷത്തെ സൈനിക പരിശീലനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നു. 5 വർഷം 10 ലക്ഷം പട്ടാളക്കാരെ വാർത്തെടുക്കുവാൻ. ബൈബിളിനകത്തുണ്ടോ? ആര് ഈ യുദ്ധത്തിൽ പങ്കെടുക്കും? ഇതൊക്കെ കേൾക്കണം. ബൈബിൾ എന്തുവാന്ന്? അഗ്നിപതും അഗ്നിവീറുമൊക്കെ ഒരു ഭാഗവും കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി വായിക്കാം. എസക്കേൽ 39:8-9 വാക്യങ്ങൾ. ആര്? ഇവിടുത്തെ ഏത് സംഘടനക്കാരാ യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് ബൈബിൾ പ്രകാരം പറയാം. എസക്കേൽ, ഇതാ അത് വരുന്നു, ഇതാ നെടുമങ്ങാട് അത് വരുന്നു, അത് സംഭവിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അത് സംഭവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അടുത്തത്, ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം, കുഞ്ഞാടിന്റെ കോപ ദിവസം. അടുത്ത വാക്ക്, ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട്. ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട്. പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി. കരമുയർത്തിയാട്ടെ. ആരുടെ കയ്യിലാ കുറുവടി ഉള്ളത്? സ്വോത്രം. ഇവിടുത്തെ RSSന്റെ പ്രവർത്തകർ വരെ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അമേരിക്കക്കാരന്റെ കുറുവടി ഉണ്ടോ? ഇല്ല. ഗൾഫുകാരന്റെ കുറുവടിയല്ലോ. നമ്മുടെ സിൽക്ക് വാതിൽ കൂടെ ഇവിടുത്തെ RSS നേതാക്കൾ വരെ അന്തിമ യുദ്ധത്തിൽ ഇസ്രയേൽ പങ്കെടുക്കാൻ പോകുന്നു. കരമുയർത്തിയാട്ടെ. ഇന്ത്യയുടെ മണ്ണിനകത്ത് അഗ്നിപതും അഗ്നിവീറും വരുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, വരുവാനുള്ളവൻ വരും. കാലമേറെയില്ല. 75 വർഷത്തിനിടയ്ക്ക് എന്നെക്കാൾ പ്രായമുള്ള രാജാൻ ഇവിടെ ഇരിക്കുന്നു, എന്നെക്കാൾ പ്രായമുള്ള അമ്മച്ചി ഇരിക്കുന്നു. അമ്മച്ചി 5 വർഷം ഇന്ത്യ ഇങ്ങനെ സൈനികരെ വിളിക്കുമോ? ഒരു ഇന്ത്യൻ പട്ടാളത്തെ 15 വർഷമാ സൈനികർ. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് അഗ്നിപതും അഗ്നിവീറും ചെറുപ്പക്കാർക്കും പെങ്കൊച്ചുങ്ങൾക്ക് ഇസ്രയേലും ഇറാനും കൊണ്ടുവന്നതുപോലെ നിർബന്ധിത സൈനിക പരിശീലനം നടക്കുന്നതിന് മുമ്പ് ഒരന്തിമ യുദ്ധത്തിന് വേണ്ടി ലോകം ഒരുങ്ങുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് കരമുയർത്തി പറയുവാൻ കഴിയും? ഇന്ന് രാത്രി പറയണ, എന്താ പറയണ? എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ നെടുമങ്ങാട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പോരെ? അല്ല, ബൈബിളിനകത്ത് പത്രത്തെ യുദ്ധം കണ്ടിട്ട് തീരാൻ പോവല്ല. ഇതൊരു അന്തിമ ദിനം. തീർന്നില്ല. ഒറ്റ വാക്കുകൊണ്ട് ഇന്ന് രാത്രി ബാക്കി ആര്യനാട്, പുളിമൂട്, ഇതിന്റെ ബാക്കി വേറെ കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം
യുദ്ധം നടന്നാൽ മനുഷ്യന്റെ അവസ്ഥ എന്താകും? അതെങ്കിലും ഓർത്തിട്ട് ഈ കവലയിലുള്ളവർ ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. ഈ കഷ്ടം എന്താ ഇവിടെ നടക്കുന്നത്? ഒറ്റ വാക്യം പറഞ്ഞുകൊണ്ട് ഈ രാത്രി രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നു. വായിക്കാം എസെക്കിയേൽ പ്രവചനം 39:14-15. ഇനി എന്ത് നടക്കും ഈ യുദ്ധം നടന്നാൽ? കൃത്യസമയത്ത് അവസാനിപ്പിക്കാം. എസെക്കിയേൽ 39:14. കർത്താവിന്റെ അരുളപ്പാട് ദേശമെല്ലാം വെളിപ്പാക്കേണ്ടതിന്, ഇത്രയും വലിയ യുദ്ധം ലോകത്തിൽ നടക്കും, ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന്, അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യവൃത്തിക്കാരെ നിയമിക്കും. അങ്ങനെ ശവമടക്ക ആള് വരുമെന്ന് പണ്ട് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കത്തില്ല. കോവിഡ് കാലത്ത് ആരാ ശവമടക്കി? നെടുമങ്ങാട്ടെന്ന് കരമുയർത്തിയാട്ട് കോവിഡ് രോഗിയുടെ ശവമടക്കി അച്ചായനും അമ്മാമയാന്നല്ലോ. മെഡിക്കൽ കോളേജിൽ നിന്ന് 6 ടീമുകൾ വന്നില്ലേ? ചന്ദ്രനിൽ ചൊവ്വായും പോകുന്ന പോലെ വട്ടിയൂർക്കാവിലും മലമുകളിലും നമ്മളെ ആരെങ്കിലും തൊടിച്ചോ? ഇങ്ങോട്ട് വരുന്നു 12 അടിക്ക് മനുഷ്യനല്ല കുഴി, JCB കുഴി വെട്ടി. എന്നിട്ട് അവർ പ്രത്യേക അടക്കക്കാർ വന്നടക്കി. കരമുയർത്തിയാട്ടെ അടക്കം ചെയ്യാൻ പ്രത്യേക ആൾക്കാർ. ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ടല്ലയോ? ഇവിടെ പലരും വിചാരിക്കുന്നത് നടക്കത്തില്ല. അച്ചായ അമ്മാമേ കവർ ചപ്പാത്തി തിന്ന് കാടില്ല കാറിനകത്തേറി വാട്സപ്പ് പഠിച്ച് നെയ്യാറാമി ചെന്ന് മീനും പിടിച്ച് ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ ചന്ദനമഴയും കണ്ടോണ്ട് നെടുമങ്ങാട്ടിരിക്കാന്ന് ആര് വിചാരിച്ചാലും നടക്കത്തില്ല. പോയേ പറ്റത്തുള്ളൂ. സ്വോത്രം. ഞാൻ ഇവിടെ തന്നെ എന്തിനാ പരദേശി വാസമാ. മനുഷ്യന്റെ ആയുസ് എത്ര? 70. 70നെ 365 കൊണ്ട് കൂട്ടി എത്ര കിട്ട്? 25,550 ദിവസമാണേ കർത്താവേ നമ്മളിവിടെ ഉള്ളത്. ഇനി 80 കൂട്ടിയ എത്ര കിട്ട്? 29,550 ദിവസം. സഖാവ് VS പോലാണെങ്കിൽ 36,500 ദിവസം. കൊട്ടാരമായാലും മരണം കടന്നു വരും, കോട്ടയ്ക്കകത്ത് മൃത്യു കടന്നു വരും. ബലവാനെയും മരണം പിടിക്കും, ധനവാനെയും മരണം പിടിക്കും, സമ്പന്നനെയും മരണം പിടിക്കും, ദരിദ്രനെയും മരണം പിടിക്കും, പണ്ഡിതനെയും മരണം പിടിക്കും, പാമരനെയും മരണം പിടിക്കും, രാഷ്ട്രീയക്കാരനെയും പിടിക്കും, പ്രധാനമന്ത്രിയെയും പിടിക്കും. എന്നാൽ ഇന്ന് രാത്രി നെടുമങ്ങാടിനോട് ഞങ്ങൾ ചോദിക്കുന്നു, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മൃത്യു, കോട്ടയ്ക്കകത്ത് കിടന്നാലും മൃത്യു, വേലി കെട്ടിയാലും വേലിക്കകത്ത് കിടന്നാലും, വെന്റിലേറ്ററിൽ കിടന്നാലും അച്ചായ ഒരു നാൾ മരണം നിന്നെ കൊണ്ടുപോകും. എന്നാൽ ഇന്ന് രാത്രി ചങ്കത്ത് കൈവച്ച് നെടുമങ്ങാട് പട്ടണത്തിനകത്ത് കരമുയർത്തി ഞങ്ങൾക്ക് പറയാം, ഇന്ന് ഞങ്ങൾ വഴിയരികെ വീണാൽ, കപ്പക്കാലയിൽ വീണാൽ, കോവിഡ് വന്ന് മരിച്ചാൽ, സുനാമിക്കകത്ത് മരിച്ചാൽ ഞങ്ങളുടെ ശരീരമേ മരിക്കത്തുള്ളൂ. ആത്മാവിനൊരു നിത്യപർദീസ ഒരുക്കി മരിച്ചവരിൽ ആദ്യഫല കക്ഷിയായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. സത്യവചനം ഇന്ന് രാത്രി അകക്കണ്ണുകളെ തുറക്കട്ടെ. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ഭൂതലത്തിലൊക്കെ ഈ സാക്ഷ്യമായി നെടുമങ്ങാട് ടൗണിൽ ഒരിക്കൽ കൂടി പ്രസംഗിക്കുന്നത് ചില കുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ്. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ. അടുത്ത വാക്യം പിന്നെ ബ്രദറെ വേഗത്തിൽ വായിച്ചോട്ടെ. അടുത്ത വാക്യം. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. കണ്ടില്ലേ? ഇന്നത്തെ വീട്ടിൽ ചെന്നിട്ട് രാത്രി മൊബൈലുള്ളവർ ഗൂഗിളിനോട് ചോദിക്കണം, ഉക്രൈനിലെ ശവടക്കം. സഹോദരങ്ങളെ, ഫെബ്രുവരി 24 യുദ്ധം തുടങ്ങിയത്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 5 മാസമായി. ഇപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുക. അന്ന് ചത്ത ശവങ്ങൾ അവിടെ കിടക്കുക ഇപ്പോഴും. സ്വോത്രം. അതിനെങ്ങനെ കിടങ്ങിനകത്താണ് വലിച്ചുകൊണ്ടിട്ടിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻ്റർനെറ്റോ ഫേസ്ബുക്കോ എടുത്ത് പോകണം. അതിനകത്ത് എന്നേ പിള്ളേർ ടെക്നോ പാർക്കിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സൈറ്റിനകത്ത് ഇതെല്ലാം ഓടിക്കൊണ്ടിരിക്കുക. അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ടെക്നോ പാർക്കിലെ കുഞ്ഞുങ്ങളത് ചെയ്യുന്നത്. അതിനകത്ത് ഈ ചാക്കിനകത്ത് ശവം ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുക. നെടുമങ്ങാട് നായ മരിച്ച് കിടന്ന മുനിസിപ്പാലിറ്റിക്കാർ വന്ന് വണ്ടിക്കകത്താക്കി കൊണ്ട് തട്ടുന്ന പോലെ ശവം കിടക്കും. എവിടെ കിടക്കും? ഇന്ന് രാത്രി. നിങ്ങൾക്കറിയാമോ, ശ്രീലങ്കയിലെ തമിഴ് പുലിയുടെ നേതാവാ വേലുപ്പിള്ള. വേലുപ്പിള്ളയുടെ പ്രഭാകരനെ കൊന്നത് ക്ലസ്റ്റർ ബോംബ്. മോനെ കൂടെ കൊന്നത് ബട്ടിക്കോലോവയില. അവിടെ 6 മാസം കിടന്ന ഒരു പുതപ്പ അതിൻ്റെ മേളിൽ ഇട്ടിരുന്ന പ്ലാസ്റ്റിക്. 6 മാസം കഴിഞ്ഞപ്പോൾ ആ വാർത്ത കണ്ട് ഞെട്ടിപ്പോയി. ഒരു പൊക്ലൈനർ വന്ന് പോർക്കിലിപ്പിച്ച് അതിനെ കുത്തിയെടുത്തു. ജാഫ്നയിലെ കടലിടുക്കി കൊണ്ടുപോയി അത് താത്ത റേഡിയേഷൻ ഏൽക്കാതിരിക്കാൻ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടു. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ട് മോനെ. ദേശത്തെ ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ 6 മാസം കിടക്കുന്ന ശരീരം നെടുമങ്ങാട്ട് പിന്നെ അസ്ഥികൂടമാ. വായിച്ചാട്ട് കുഞ്ഞെ. അവരിൽ ഒരുവൻ മസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വെക്കും. കരമുയർത്തിയാട്ട് ആരും തൊടത്തില്ല. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ സ്പെഷ്യൽ ടീം കോവിഡ് രോഗി അടക്കാമെന്നാൽ നമ്മുടെ ശവശരീരം എടുക്കും. എവിടെ കൊണ്ടുപോകും? നെയ്യാറിലെ തേക്കലിനകത്ത് കൊണ്ടുപോകും, അല്ലെ ശംഖുമുഖത്ത് കൊണ്ടുപോകും, കോവളത്തിനകത്ത് കൊണ്ടുപോകും. വെള്ളത്തിനകത്ത് നിന്ന് റേഡിയേഷൻ വരാതെ മനുഷ്യന്റെ ശരീരം വഴിയരികത്ത് ആ ആറിൻ്റെയും നദിയുടെയും തീരങ്ങളിൽ കുത്തിത്താക്കുന്ന ഒരു കാഴ്ച ഇന്ന് ഉക്രൈനിൽ കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള് ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? നെടുമങ്ങാട്
ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഈ 2022 ആഗസ്റ്റ് 15 ഇതാകുന്നു രക്ഷാ ദിവസം. രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി ആര് കരമുയർത്തി പട്ടണത്തിനകത്ത് യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. ഇന്ന് രാത്രി നീ കരമുയർത്തിയാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ എൻ്റെ നാഥൻ വരാറായി. എത്ര പേർക്ക് ഇന്ന് രാത്രി കരമുയർത്ത്? സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിൽ വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതോ ഞാൻ വേഗം വരുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവോ എൻ്റെ നാഥൻ വരാറായി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. ഇന്നത്തെ മനോരമ എടുത്തിട്ട് ഈ ബൈബിളൂടെ പ്രസംഗം കൂടെ കേട്ടിട്ട് പറയണം, യേശു വരാറായി. കാട്ടത്തിയുടെ മുകളിൽ ഒരുവൻ ഇരിപ്പുണ്ട്. അവന് നല്ല പാരമ്പര്യമുണ്ടായിരുന്നു. ഇൻകം ടാക്സിന്റെ ഓഫീസറായിരുന്നു. പക്ഷെ അവൻ യേശുവിനെ കാണാനാ വന്നത്. പ്രഭാഷണം കേട്ടപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കി യേശു പറഞ്ഞു, കുഞ്ഞ്, നീ പാരമ്പര്യത്തിനകത്തിരുന്നാൽ നീ നിത്യതയിൽ പോകത്തില്ല. താഴെ ഇറങ്ങ്, ഞാൻ നിന്റെ കൂടെ വരാം. ഇന്ന് രാത്രി നെടുമങ്ങാട് കവലയ്ക്കകത്ത്, ശബ്ദസീമയ്ക്കകത്ത്, ഇൻകം ടാക്സ് ഓഫീസർ ആകട്ടെ, കാട്ടത്തിയുടെ പാരമ്പര്യത്തിലിരിക്കുന്ന വലിയവനാകട്ടെ, കുഞ്ഞ്, അവിടെ ഇരുന്നാൽ നീ കാട്ടത്തിയും നിന്റെ ചുവടുപാട്ട് തീരും. പക്ഷെ ആ തീയിൽ നിന്ന് താഴെ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടിന്റെ വെളിച്ചം നിന്റെ ഭവനത്തിലേക്ക് വരാൻ പോകുക. അബ്രഹാമിന്റെ മകനായാൽ അവന് രക്ഷയുണ്ട്. ആരിന്ന് രാത്രി താഴെ ഇറങ്ങ്. നെടുമങ്ങാട്ടി ഗ്രൗണ്ടിലോട്ട് വരണ്ട. ഇന്ന് രാത്രി സ്വർഗത്തിന്റെ ക്യാമറ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട്. കാലം തീരാറായി. കോവിഡിൽ എത്ര പേർ മരിച്ചെങ്കിൽ ലോകത്തിലെ 2/3 മരിക്കാൻ പോകുന്നു, വെള്ളം കുടിച്ചും യുദ്ധത്തില്. അപ്പച്ച അമ്മച്ചി, മകനെ മകളെ ഈ കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോകണോ. മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. 2 കാര്യം പറഞ്ഞ് നിർത്താം. പണ്ട് ഒരു കപ്പലുണ്ടായിരുന്നു. 1912 ഏപ്രിൽ മാസം 14 ആ കപ്പൽ ബ്രിട്ടനിൽ നിന്ന് യാത്രയായി. അതിൻ്റെ പേരാ ടൈറ്റാനിക്. കേട്ടവരെല്ലാം അറിയാം. കപ്പൽ 50,000 ഹോഴ്സ് പവർ. അത് 187 അടി നീളമാണ്. അതിൻ്റെ ഉയരം 92, വീതി 87. ആ കപ്പൽ പണിഞ്ഞത് വൈറ്റ് സ്റ്റാർ ഷിപ്പിങ്. അതിലെ ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഈ കപ്പലിനെ തകർക്കാൻ പറ്റത്തില്ല. സ്വോത്രം. അതാ ടൈറ്റാനിക്. കന്യാത്ര, ആട്ടെ പാട്ടെ ഡിസ്കോ എല്ലാം നടക്കുക. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂടെ പോകുന്നത്. എതിരെ വന്ന കപ്പലുകൾ പറഞ്ഞ് ക്യാപ്റ്റനോട് മെസ്സേജ് കൊടുത്തു, അതിനകത്ത് മഞ്ഞുമലയുണ്ട്, സൂക്ഷിച്ച് യാത്രയുടെ. ആ ക്യാപ്റ്റൻ പരിഹാസത്തോടെ പറഞ്ഞു, ഏത് മഞ്ഞുമല നിന്നാലും ദൈവം വിചാരിച്ചാൽ ഈ കപ്പലിനെ തകർക്കാൻ പറ്റത്തില്ല. കന്യാത്രയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിനകത്ത് അവഗണിച്ച് യാത്രയായ ടൈറ്റാനിക് അവിടെ തകർന്നു വീഴാനിടയായി. ഇനി നെടുമങ്ങാട്ടൊരു യോഗം വെച്ചെന്ന് പറയുവാൻ പറ്റൂ. മക്കളെ, ഇന്ന് രാത്രി അതിനു മുമ്പ് മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നു കയറാൻ തയ്യാറുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി നിത്യ തുറമുഖമൊരുക്കി നാഥൻ വരാറായി. പണ്ടൊരപ്പച്ചനൊരു കപ്പൽ പണിഞ്ഞു. ഏതാ കപ്പൽ? അതിൻ്റെ പേരാ നോഹയുടെ പെട്ടകം. കരമുയർത്തിയാട്ടെ. അതിലൊന്ന് ഗോഫയർ മരം, 2 നീളം 300, വീതി 50, ഉയരം 30. 4 കാര്യം. 5-ാമത്തെ കാര്യം, അതിൻ്റെ ഏറ്റവും നിർണായകമായി ഒരു കിളിവാതിലുണ്ടായിരുന്നു. 6 സൈഡിൽ ഒരു വാതിലുണ്ടായിരുന്നു. 7 3 തട്ടുകളാണ്. 40 ദിവസം മഴയും പേമാരിയും യെല്ലോയും മാങ്കോയും ഒക്കെ പെയ്തിറങ്ങി. പക്ഷെ നോഹയുടെ പെട്ടകം കടലിനകത്തേക്ക് നീങ്ങി. ഈ കുലുക്കോ സുനാമിയൊക്കെ വന്നപ്പോൾ പെട്ടകത്തിനകത്തും ചെറിയ കലകമുണ്ടായി. പക്ഷേ അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അതിനെ അരാരാത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഉറപ്പിച്ചു. ദൂത് മനസ്സിലാകുന്നവർ ഒന്ന് കരമുയർത്തിയാട്ടെ. സ്വോത്രം. അച്ചായ, അമ്മച്ചി, ഈ വചനം എടുക്കുമ്പോഴേ ഒത്തിരി പ്രതികൂലം വരും. സജു ചാത്തന്നൂരെന്ന് പൂർണ്ണ ഇതിലല്ല നിൽക്കുന്നത്. ഞങ്ങൾക്കെല്ലാം ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷേ ഞങ്ങൾ ലോകമാകുന്ന ഗംഭീര വാരുതിയിൽ പടകിന് നേരെ കാറ്റടിച്ചാലും പ്രതികൂലം അടിച്ചാലും ഞങ്ങളുടെ തണ്ടിനകത്തൊരു അമരക്കാരൻ്റെ കരമുണ്ട്. അവൻ ഞങ്ങളെ അക്കര നാട്ടിലെത്തിക്കും. ഈ സത്യവചന ആൽബാബിൽ അടകാരകത ഇന്ന് രാത്രി ദൂതേറ്റെടുത്തോണം. എന്നെ വിളിച്ചിറക്കിയത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് എത്ര പ്രതിസന്ധി ഉണ്ടായാലും അലകടലിനകത്ത് ഞാൻ കറങ്ങിയാലും അമ്മച്ചി, അവസാന
അവസാനം എന്നെ അരാരാത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഉറപ്പിക്കും. എൻ്റെ പടക് തകരുവോ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ പടക് തകരുവോ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി നോഹയുടെ പെട്ടകത്തെ അരാരാത്തിൽ ഉറപ്പിച്ചെങ്കിൽ കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി എൻ്റെ നാഥൻ വരാറായി.